ഹായ് ഓൾ. വെൽക്കം ടു ദ പൈത്തൺ ട്യൂട്ടോറിയൽ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് പൈത്തണിൻ്റെ അകത്തിരിക്കുന്ന ഡാറ്റ ടൈപ്സ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് നമുക്ക് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന കാര്യം പൈത്തണിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് എന്ന് പറയുന്ന കാര്യം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ വേരിയബിൾ എന്താണ് എന്നുള്ള കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിളിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ ഡാറ്റ ടൈപ്പിൻ്റെ അകത്തേക്ക് ഡിറൈവ് ചെയ്ത് പോവേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവും. പ്രോബ്ലമാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ആ പ്രോബ്ലത്തിൻ്റെ അകത്ത് നമുക്ക് കുറേ ഡാറ്റ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തെ നമുക്ക് എഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം ലോജിക് ഉണ്ടാക്കും അല്ലേ? അപ്പം നമ്മൾ ഈ പ്രോഗ്രാം ലോജിക്കിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റയെ നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ അകത്തിരിക്കുന്ന ഡാറ്റയെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേരിയബിൾസ് വേണം അല്ലേ? ഇത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരുന്നു. അപ്പം നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ അകത്തിരിക്കുന്ന നമ്മളുടെ കുറച്ച് ഡേറ്റ, അതായത് എക്സാം മാർക്ക്, ഇൻറ്റേർണൽ മാർക്ക്, ടോട്ടൽ മാർക്ക്, സ്റ്റുഡൻറ്റ് നെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്തു. നമ്മളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് നെയിമും ടോട്ടൽ മാർക്കും ഡിസ്പ്ലേ ചെയ്യാന്ന് പറയുന്ന പ്രോബ്ലമായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ലോജിക്ക് വെച്ചിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്തു. നമ്മളിവിടെ ഡാറ്റയെല്ലാം നമ്മൾ വേരിയബിൾസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു അല്ലേ? ഇത് ഓക്കെയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് നമ്മളുടെ ഡേറ്റ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എക്സാം മാർക്ക് എന്ന് പറയുന്നതും ഇൻറ്റേർണൽ മാർക്ക് എന്ന് പറയുന്ന 2 ഡാറ്റയുണ്ട്. അത് നോർമലി നമ്പേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പറേഷനാണ്. നമുക്ക് ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കണമായിരുന്നു. അപ്പം നമ്മൾ ഈ 2 നമ്പേഴ്സിനെയും തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ റിയൽ ലൈഫിൻ്റെ അകത്ത് 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയായിരിക്കും പൈത്തണിൻ്റെ അകത്തും സംഭവിക്കാൻ പോകുന്നത് അല്ലേ? നമ്മളെ റിയൽ ലൈഫിൻ്റെ അകത്തുള്ള സാധനങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും തന്നിട്ടുണ്ടാവുക. പൈത്തണും അതേപോലെ തന്നെയാണ്. അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞിട്ട് 2 നമ്പേഴ്സിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന 2 വേരിയബിൾസും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് 2 ഡാറ്റയാണ്. ആ 2 ഡാറ്റയും നമ്പേഴ്സാണ് അല്ലേ? അപ്പം ആ 2 നമ്പേഴ്സിനെയും നമ്മൾ ആഡ് ചെയ്ത സമയത്ത് നമുക്കിത് മാത്തമാറ്റിക്സ് വെച്ചിട്ടുള്ള ഒരു ആഡിങ് അതാണ് അവിടെ സംഭവിച്ചത് അല്ലേ? അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡാറ്റ ഒന്ന് നോക്കാം. നമുക്ക് നെയിം ഉണ്ട്. അപ്പം നമ്മളുടെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഒരു വേരിയബിളിൻ്റെ അകത്തും ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ അകത്താണ്. അപ്പം നമുക്ക് ഫൈനലി ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഫുൾ നെയിമാണ്. അപ്പം നമ്മൾ നോർമലി എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം കൂട്ടി അതിനെ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണല്ലോ അല്ലേ നോർമലി നമ്മൾ ചെയ്യുന്നത്. നമ്മൾ റിയൽ ലൈഫിൻ്റെ അകത്ത് ചെയ്യുന്നതാണ്. പൈത്തണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലൊന്നുമല്ല. റിയൽ ലൈഫിൽ എന്താ ചെയ്യുന്നത്? നമുക്ക് 2 നെയിം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൂട്ടിയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഇവിടെയും നമ്മൾ സെയിം കൈൻഡ് ഓഫ്, അതായത് നമ്പറിൽ നമ്മൾ ആഡ് ചെയ്തതുപോലെയുള്ള സിമിലർ കൈൻഡ് ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് 2 നെയിമുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ. പക്ഷെങ്കിൽ ആ സെയിം ഓപ്പറേഷൻ തന്നെ ഇവിടെ വന്നപ്പോൾ മാത്തമാറ്റിക്സ് വെച്ചിട്ടുള്ള ഒരു അഡീഷനും ഇവിടെ വന്നപ്പം 2 സ്ട്രിങ്ങുകളെ അല്ലെങ്കിൽ 2 ടെക്സ്റ്റുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ്റെ അകത്തേക്കും വന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഡേറ്റയുടെ ടൈപ്പ് എന്താണോ അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് ഡാറ്റയാണ് അത് എന്നുള്ളതിനെ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ്റെ അകത്ത് നമുക്ക് ഡിഫറൻസ് വന്നിരിക്കുകയാണ് അല്ലേ? ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പ്ലസ് എന്നുള്ളതും ഇവിടെ പ്ലസ് എന്ന് വന്നതും അതിൻ്റെ കൈൻഡ് ഓഫ് ഡാറ്റ മാറുന്നതിനനുസരിച്ചിട്ട് 2 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓപ്പറേഷനായി മാറിയിട്ടുണ്ട് അല്ലേ? നമുക്ക് റിയൽ ലൈഫിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ചെയ്താൽ എന്താണോ മീനിങ് അതേ മീനിങ് തന്നെ ആയിരിക്കണം നമുക്ക് പൈത്തൺ വെച്ചിട്ട് കിട്ടിയാലും വരേണ്ടത് അല്ലേ? അപ്പം നമുക്ക് ഓരോരോ കൈൻഡ് ഓഫ് ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഇന്ന റിസൾട്ട് ആയിരിക്കണം എന്ന് നമുക്ക് ഡിഫൈൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് പൈത്തൺ ഡിഫൈൻ ചെയ്തിരിക്കണം. എന്നാലേ അത് കാര്യങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ അല്ലേ? അപ്പം നമുക്ക് ഓരോരോ കൈൻഡ് ഓഫ് ഡാറ്റയ്ക്കും ഇന്ന റൂൾസ് അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇന്നതായിരിക്കണം റിസൾട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇന്ന കൈൻഡ് ഓഫ് ഡാറ്റയൊക്കെയാണ് എടുത്തു വെക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എക്സാം മാർക്ക് നമ്പർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് 0 to 9 പറ്റത്തുള്ളൂ അല്ലേ? ലെറ്റേഴ്സ് ഒന്നും പറ്റത്തില്ല. ഇനിയിപ്പം നമ്മളുടെ ഡാറ്റ എന്ന് പറയുന്നത് ടെക്സ്റ്റ് പോലെയുള്ളതാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ലെറ്റേഴ്സും ആൽഫ ന്യൂമറിക് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പറ്റും എന്നൊക്കെ. അതായത് എന്തെടുത്ത് വെക്കാം എന്നുള്ളതും അതിൻ്റെ അകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാമെന്നുള്ളതും നമ്മളുടെ ഡാറ്റേനെ
അനുസരിച്ചിട്ട് അതിൻ്റെ കൈൻഡ് ഓഫ് ഡാറ്റ അനുസരിച്ചിട്ട് നമുക്കത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ റൂൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് എന്തൊരു റൂൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഇന്നതിന് ഇന്ന റൂൾസ് എന്ന് പറഞ്ഞിട്ടായിരിക്കണമല്ലല്ലോ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇന്നത് എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ആ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡാറ്റയ്ക്ക് നമുക്കൊരു പേര് കൊടുക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ സാധനത്തിന് ഇന്ന അതായത് ഈ കൈൻഡ് ഓഫ് ഡാറ്റയ്ക്ക് ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റിന് ഇന്ന ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഓരോരോ കൈൻഡ് ഓഫ് ഡാറ്റയ്ക്കും നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അതെ. അപ്പം ഓരോരോ കൈൻഡ് ഓഫ് ഡാറ്റയ്ക്കും അനുസരിച്ചിട്ട് പൈത്തണിന് ഓരോരോ റൂൾസ് അതായത് റിയൽ ലൈഫിൻ്റെ അകത്തിരിക്കുന്ന വാലിഡ് ആയിട്ടിരിക്കുന്ന ഓപ്പറേഷൻ തന്നെയായിരിക്കണം നമുക്ക് പൈത്തണിൻ്റെ അകത്തും ചെയ്യേണ്ടത് അല്ലേ? അപ്പം അങ്ങനെയുള്ള ഓരോരോ റൂൾസും നമ്മൾ ഓരോരോ കൈൻഡ് ഓഫ് ഡാറ്റയ്ക്കും ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ കൈൻഡ് ഓഫ് ഡാറ്റയ്ക്കും നമുക്കൊരു നെയിം കൊടുക്കേണ്ടതുണ്ട്. ഈ നെയിമിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്ത് പഠിക്കുന്ന സമയത്തും നമ്മൾ വാട്ട് എന്ന് പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് കുറച്ചും കൂടെ നല്ലത് വൈ എന്ന് പറഞ്ഞ് പഠിക്കുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടാണ് നമുക്ക് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന സാധനം വരേണ്ടി വന്നത് എന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ബേസിക്സ് വളരെ ആ കോൺസെപ്റ്റ് വളരെ സ്ട്രോങ് ആണെങ്കിൽ നമുക്കതിൻ്റെ ടോപ്പിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളെ പഠിച്ചെടുക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു 10 മിനിറ്റ്സ് എക്സ്ട്രാ ഇടേണ്ടി വരും. സ്വാഭാവികമായിട്ട് ഇടേണ്ടി വരും. വാട്ട് എന്ന് പഠിച്ചു പോകാൻ എളുപ്പമാണ് അല്ലേ? അപ്പം വൈ എന്ന് പറയുന്ന സാധനം പഠിക്കേണ്ടപ്പോൾ ഒരു 10 മിനിറ്റ്സ് എക്സ്ട്രാ വേണ്ടി വരും. പക്ഷേ ആ 10 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അതിൻ്റെ ടോപ്പിൽ നമ്മൾ എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ബേസിക്കിൻ്റെ ടോപ്പിലാണല്ലോ അല്ലേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതെല്ലാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലായ്പ്പോഴും വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ടൈപ്പ് എന്തിനാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇനി ഒരു കാര്യം കൂടെ, എല്ലായ്പ്പോഴും നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ പ്രോബ്ലത്തിൻ്റെ റിയൽ ലൈഫ് പ്രോബ്ലം ആ പ്രോബ്ലത്തിൻ്റെ അകത്തിരിക്കുന്ന ഡാറ്റ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ പഠിക്കണം. എന്നിട്ട് അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഓരോരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. നേരെ തിരിച്ചല്ലേ, നമ്മൾ ബിഗിനേഴ്സ് ലെവലിൽ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്നൊരു മിസ്റ്റേക്ക്, ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്തും ഈ പറഞ്ഞിരിക്കുന്ന കോമൺ ആയിട്ട് കളിക്കുന്ന ഒരു മിസ്റ്റേക്ക് വന്നിരുന്നു. എല്ലായ്പ്പോഴും നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കും, എന്നിട്ട് അതിനെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യാൻ നോക്കും. അങ്ങനെയല്ല വേണ്ടത്. പ്രോബ്ലം ഉണ്ട്, ഡേറ്റ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് എന്തൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ അകത്തിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. നോർമലി നമ്മളുടെ റിയൽ ലൈഫ് പ്രോബ്ലത്തിൻ്റെ അകത്തിരിക്കുന്ന ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാനും അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ അകത്ത് ഇതേപോലെ ഡാറ്റ ടൈപ്പുകളും ഫീച്ചേഴ്സും എല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും ഡിറൈവ് ചെയ്ത് വരേണ്ടത് പ്രോബ്ലത്തിൻ്റെ അകത്ത് നിന്ന് നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ അകത്തിരിക്കുന്ന ഫീച്ചേഴ്സിലാണ്. എല്ലായ്പ്പോഴും അവ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു അപ്രോച്ച് നടത്തുന്നതായിരിക്കും കുറച്ചും കൂടെ ഈ പറഞ്ഞിരിക്കുന്ന ലേണിംഗ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ എല്ലായ്പ്പോഴും നല്ലത്. എനിക്കൊരു 10-15 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ അകത്ത് നിന്നാണ് ഞാനത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പഠിച്ചത്. ആദ്യമൊക്കെ ഞാനും ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ അകത്തിരിക്കുന്ന ഫീച്ചേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. പിന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ അകത്ത് നിന്ന് എല്ലായ്പ്പോഴും ഡിറൈവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലായത്. അപ്പം നിങ്ങളും ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു കോമൺ മിസ്റ്റേക്ക് വരുത്താതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ആ പോയിന്റ്. ഇനി നമുക്ക് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന സാധനം എന്തിനാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ റൂൾസ് ഡിഫൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഡാറ്റ ഇന്നതായിരിക്കണം എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലേ? അതിന് എടുക്കുന്ന പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡാറ്റ ടൈപ്പ് എടുത്തിട്ട് പൈത്തൺ എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്തിരിക്കുന്ന റൂൾസ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ എക്സാമ്പിളായിട്ട് STR എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് എടുക്കാൻ പോകുന്നത്. STR എന്ന് പറയുന്നത് പൈത്തൺ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. ഇവിടെ എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, ഇത് ആ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ടൈപ്പിൻ്റെ
ടൈപ്പിൻ്റെ ഒരു ജനറൽ ആയിട്ടിരിക്കുന്ന പൈത്തൺ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും എങ്ങനെയായിരിക്കും ആ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ടൈപ്പിൻ്റെ റൂൾസിനെ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. പൈത്തണിൻ്റെ അകത്തിരിക്കുന്ന പല പല ഡാറ്റ ടൈപ്പുകളും പൈത്തൺ ഇതേപോലെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ റിയൽ ലൈഫിൻ്റെ അകത്ത് നമുക്ക് കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള എല്ലാ കൈൻഡ് ഓഫ് ഡാറ്റയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് പൈത്തൺ ഒരു നോർമലി ഒരു ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന പൈത്തൺ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകളെ നമ്മൾ നോർമലി പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ഇരിക്കുന്ന പൈത്തൺ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്, ഒരു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പാണ് str എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ str-നെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയായിരിക്കും ഒരു ഡാറ്റ ടൈപ്പിനെ പൈത്തൺ ഇതാക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം ആദ്യം തന്നെ str എന്ന് പറയുന്നത് പൈത്തൺ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. എന്നിട്ട് ആ ഡാറ്റ ടൈപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് കൈൻഡ് ഓഫ് ഡാറ്റ എടുത്ത് വെക്കാൻ പറ്റും എന്നുള്ളത് കറക്റ്റായിട്ട് പൈത്തൺ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ str എന്നുള്ളതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഡാറ്റയെ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റിജർ അല്ലെങ്കിൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്പേഴ്സ് മാത്രമേ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് ഡാറ്റയാണ് എടുത്ത് വെക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഏതൊരു ഡാറ്റ ടൈപ്പിൻ്റെ കേസിലും എന്ത് കൈൻഡ് ഓഫ് ഡാറ്റയാണ് എടുത്ത് വെക്കാൻ പറ്റുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡാറ്റയെ നിങ്ങൾക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അസൈൻ ചെയ്യാം എന്നുള്ളത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ടെക്സ്റ്റിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങളെല്ലായ്പ്പോഴും ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ സ്ട്രിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് എന്താണോ അത് പറഞ്ഞു കൊടുക്കുക. ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ് യൂസ് ചെയ്താലും ഓക്കെയാണ്. അപ്പം ഈ ഒരു റൂളും കൂടി കറക്റ്റായിട്ട് ഏതൊരു ഡാറ്റ ടൈപ്പിൻ്റെ കേസിലും ഡിഫൈൻഡ് ആയിരിക്കും. എങ്ങനെയായിരിക്കണം നമുക്ക് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ടൈപ്പ് വച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിളിലോട്ട് എങ്ങനെയാണ് ഡാറ്റ അസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് അവൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെ ഓപ്പറേഷൻസ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടെസ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് ആയിരിക്കും നോർമലി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് തന്നെയായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന പൈത്തൺ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ടൈപ്പിൻ്റെ അകത്തും ഡിഫൈൻ ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മൾ റിയൽ ലൈഫിൻ്റെ അകത്തിരിക്കുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ അകത്തിരിക്കുന്ന ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ അകത്ത് ഡാറ്റ ടൈപ്പ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് റിയൽ ലൈഫിൻ്റെ അകത്ത് ആ പർട്ടിക്കുലർ സാധനത്തിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയായിരിക്കും ഒരു പൈത്തൺ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ടൈപ്പിൻ്റെ അകത്തും ചെയ്യാൻ പറ്റേണ്ടത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിമ്പിൾ ലോജിക്ക് നിങ്ങൾ ആലോചിച്ചാൽ മതി എന്തൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അവിടെയൊക്കെ മെയിൻ ആയിട്ടിരിക്കുന്നത് വരുന്നത് റിയൽ ലൈഫിൻ്റെ അകത്തിരിക്കുന്ന ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പൈത്തൺ ഉണ്ടാക്കി വെച്ചതാണിത്. അപ്പോൾ റിയൽ ലൈഫിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ഡാറ്റയ്ക്ക് അകത്ത് എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നോ അത് തന്നെയായിരിക്കും പൈത്തൺ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡാറ്റ ടൈപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. സിമ്പിളാണ് അവിടെ ആ ലോജിക്ക്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ടെക്സ്റ്റിൻ്റെ കേസ് പറഞ്ഞു അല്ലേ. ടെക്സ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഒരു ടെക്സ്റ്റ് ഡിവൈഡഡ് ബൈ വേറൊരു ടെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്പറേഷൻ ഒരിക്കലും നമുക്ക് റിയൽ ലൈഫിൽ ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. നമ്മളുടെ റിയൽ ലൈഫിൻ്റെ അകത്ത് നമുക്ക് ഒരു ടെക്സ്റ്റിനെ വേറൊരു ടെക്സ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതൊരു വാലിഡ് ഓപ്പറേഷൻ ആണ് എന്നുള്ളത് റിയൽ ലൈഫിൻ്റെ അകത്ത് നമുക്ക് ഒരിക്കലും മീറ്റ് ചെയ്യാൻ പോകുന്ന സാധനമല്ല. അപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ കേസിൽ ഡിവൈഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പൈത്തൺ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന str എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലും അലോഡ് ആയിരിക്കില്ല. നോർമലി എല്ലാ കേസിലും അങ്ങനെയായിരിക്കും വരുന്നത്. പക്ഷേ ചില കേസുകളിലേക്ക് ഒരു ആംബിഗിറ്റി വരും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളി കളിക്കുമ്പം നിങ്ങൾ അമ്പയർ റൺ ഔട്ട് ആവുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടല്ലോ അല്ലേ. അതായത് ഗ്രീസിൻ്റെ ഉള്ളിലാണെങ്കിൽ പ്രോപ്പറായിട്ട് ഔട്ടല്ല എന്നുള്ളതാണ്. പുറത്താണെങ്കിൽ ഔട്ട് എന്ന് പറയുന്നത്. ഇതല്ലാതെ രണ്ടിൻ്റെയും കേസിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ വരയിലൊക്കെ വരുന്ന സമയത്ത് അമ്പയർ അവരുടെ വിവേകജാധികാരം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ചില ആംബിഗസ് കേസുകളിലൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അതിൻ്റെ ഡിസിഷൻ എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ഇൻറ്റു 5 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ ടെക്സ്റ്റ് ഇൻറ്റു 5 അല്ലെങ്കിൽ രാഹുൽ ഇൻറ്റു 5 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് വരുന്നതെങ്കിൽ അത് എന്തായിരിക്കും എന്ന് നമുക്ക് റിയൽ ലൈഫിൽ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലേ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇൻവാലിഡ് ഓപ്പറേഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, രാഹുൽ എന്ന് പറയുന്നത് 5 തവണയാക്കി മാറ്റിയെടുക്കാം. അതായത് രാഹുൽ 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 എന്ന് 5 തവണ
മാറ്റുക എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ്റെ അകത്തേക്കും നമുക്ക് മാറ്റിയെടുക്കാം അല്ലേ. അപ്പം അങ്ങനെ ആംബിഗസ് ആയിട്ട് തോന്നുന്ന ഒരു കൺഫ്യൂഷൻ വരുന്ന സിറ്റുവേഷനിലൊക്കെ ചിലപ്പം ആ പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അവരുടേതായിട്ടിരിക്കുന്ന ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ടാകും. ഇപ്പം രാഹുൽ ഇൻറ്റു 5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 തവണ രാഹുൽ വരിക എന്നുള്ളതായിരിക്കും പൈത്തൺ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന റൂൾസ് എന്തൊക്കെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ ഡാറ്റ ടൈപ്പിൻ്റെ കേസിലും നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് പറ്റിയിട്ട് ഓരോരോ ഡാറ്റ ടൈപ്പിൻ്റെ കേസിലും നമ്മൾ പഠിച്ചെടുക്കും. ഓക്കെ. അപ്പം ഇത് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഡാറ്റ ടൈപ്പിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻ നോർമലി നമുക്ക് റിയൽ ലൈഫിൽ ആ ഡാറ്റ വെച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു സിമ്പിൾ ആയിട്ടിരിക്കുന്ന മാപ്പിംഗ് ആയിരിക്കണം അവിടെ ചെയ്യാൻ പറ്റേണ്ടത്. അത് തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ റിയൽ ലൈഫിൽ ആലോചിച്ചാൽ മതി. റിയൽ ലൈഫിൽ അത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡാറ്റ ടൈപ്പ് വെച്ചിട്ടും അത് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഒരു പ്രോപ്പർ ഗുഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് റിയൽ ലൈഫിൻ്റെ അകത്ത് ഡാറ്റ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നോ അതുപോലെ എല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. പൈത്തൺ നോർമലി ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തരുന്നുണ്ട്. ഓക്കെ. നിങ്ങളത് ഓരോ ഡാറ്റ ടൈപ്പ് പഠിക്കുന്ന സമയത്ത് നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ സ്ട്രിങ് അതിനെ നമുക്ക് കേസ് ലോവർ കേസിലായിരുന്നത് അപ്പർ കേസിലോട്ടാണ് പോവേണ്ടതെങ്കിൽ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ടൈപ്പിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിളിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അപ്പറാക്കൂ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അപ്പറാക്കി തരും. അങ്ങനെയായിരിക്കും നോർമലി ആ ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നത്. ഫങ്ഷൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്രോഫ് എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൈത്തണിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്ന വേയിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓരോരോ പ്രീ ഡിഫൈൻഡ് ആയിട്ടിരിക്കുന്ന കുറേ ഫങ്ഷൻസ് നമുക്ക് പൈത്തണിൻ്റെ അകത്തുണ്ട്. ഡാറ്റ ടൈപ്പിൻ്റെ കേസിലും അസോസിയേറ്റഡ് ആയിട്ട് കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം അപ്പർ കേസിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അപ്പർ കേസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പൈത്തൺ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് ഡോക്യുമെൻറ്റഡ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അപ്പറാക്കുക എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷൻ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ട്രിങ് അപ്പറായി പോകും. ഇതേപോലെ തന്നെ എന്തൊരു പർട്ടിക്കുലർ ഓപ്പറേഷൻ അതിൻ്റെ അകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും പൈത്തൺ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ ഫങ്ഷൻ വിളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓപ്പറേഷൻ. അപ്പം അതെന്തൊക്കെയാണ് എന്നുള്ളത് ഡോക്യുമെൻ്റ് നോക്കിയാലും പഠിക്കാം. നമ്മളിപ്പം str എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചെടുക്കും. എല്ലാ ഫങ്ഷൻസും പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കുന്ന സമയത്ത് എല്ലാം പഠിച്ചെടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു റീസണിങ് സ്കിൽ ഉണ്ടായിരുന്നാൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ ഇന്നതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ള ഒരു റീസണിങ് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റേഷൻ നോക്കി പഠിച്ചിരുന്നാലും മതി. പക്ഷെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഒരു ബേസിക് ഐഡിയ, ബേസിക് കോൺസെപ്റ്റ് കറക്റ്റ് ആയിരിക്കണം. എന്നാൽ നമുക്ക് എന്തും ടോപ്പിൽ ഡോക്യുമെൻറ്റേഷൻ നോക്കിയാൽ മതി. അല്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന str-ൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഫങ്ഷൻസും മേ ബി ചിലപ്പം 100ഓളം ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ആ ഫങ്ഷൻസ് ഒന്നും എല്ലാം പഠിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ഇപ്പം നമുക്ക് ജനറേറ്റീവ് AI കാര്യങ്ങളുണ്ട്. അപ്പം പറഞ്ഞിരിക്കുന്ന ഒരു റീസണിങ് സ്കിൽസ് ഉണ്ടായിരുന്നാൽ മതി. ഇന്നതൊക്കെ ഉണ്ടായിരിക്കാം, ഇന്നതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു റീസണിങ് സ്കിൽസ് ഉണ്ടായിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്യുമെൻറ്റേഷൻ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോർമലി പ്രോഗ്രാമിൻ്റെ അകത്തൊക്കെ ചെയ്യുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിളും കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. എല്ലാ ഫങ്ഷൻസ് പഠിച്ചെടുക്കാനാണ്. ഓക്കെ. നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് ആ സ്കില്ല്. ഇതേപോലെ നമ്മൾ അപ്പർ പോലെ ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ str-ൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ നമുക്ക് പഠിക്കാം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ആലോചിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ. ഇനിയിപ്പം അടുത്ത കാര്യം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഒരു പർട്ടിക്കുലർ ഡാറ്റ ടൈപ്പിൻ്റെ അകത്ത് നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഡാറ്റ ടൈപ്പിലേക്കൊക്കെ മാറ്റാൻ പറ്റും. അതായത് 1, 2, 3 എന്ന് പറയുന്നത് ഒരു നമ്പർ ആണെങ്കിലും മേ ബി നിങ്ങൾക്ക് അതിനൊരു ടെക്സ്റ്റ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. 7th പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ടെക്സ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പോസിബിളാണ്. അതിനെ ടൈപ്പ് കൺവേർഷൻ എന്നൊക്കെ പറയും. ചിലതിനെല്ലാം നമുക്ക് ഒരു ടൈപ്പിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഡാറ്റ ടൈപ്പിൻ്റെ അകത്ത് നിന്ന് വേറൊരു ഡാറ്റ ടൈപ്പിലോട്ടൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെ ടൈപ്പ് കൺവേർഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അതും പോസിബിൾ ആയിരിക്കും. അപ്പം ഇതും ഡിഫൈൻഡ് ആയിരിക്കും. എന്തിൻ്റെ അകത്ത് നിന്ന് വേറൊരു ഡാറ്റ ടൈപ്പിലോട്ട് കൺവേർഷൻ പോസിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളും ഒരു ഡാറ്റ ടൈപ്പിൻ്റെ കൂടെ ഡിഫൈൻഡ് ആയിരിക്കും. നോർമലി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടായിരിക്കും ഒരു ഡാറ്റ ടൈപ്പ് പൈത്തൺ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഇതാക്കുന്ന സമയത്ത് നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റിയൽ ലൈഫിൻ്റെ അകത്ത് ഒരു ഡാറ്റ
ഒരു കൈൻഡ് ഓഫ് ഡാറ്റയ്ക്കകത്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്ത് റൂൾസ് ആയിട്ട് വന്നിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് റിയൽ ലൈഫിൻ്റെ അകത്ത് ആ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ അത് റൂൾ ആയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വയലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈത്തൺ ഈ പറഞ്ഞിരിക്കുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും? റിയൽ ലൈഫിൻ്റെ അകത്ത് നമുക്ക് ഇൻവാലിഡ് ആയിട്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ ആക്സിഡൻ്റലി കൂടി നമ്മളുടെ കോഡിൽ എഴുതാതിരിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റും അല്ലേ. റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒരിക്കലും നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടും ചെയ്യാൻ നോർമലി പറ്റേണ്ടതല്ല. അതിനെ ഇവൻ ഈ പറഞ്ഞിരിക്കുന്ന റൂളുകളെല്ലാം വെച്ചിട്ട് പ്രോപ്പറായിട്ട് പ്രോഹിബിറ്റ് ചെയ്തിരിക്കും. ആക്സിഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു യൂസേജും ഈ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ ഡാറ്റയ്ക്കകത്ത് വരാതിരിക്കാൻ ഇതേപോലെയുള്ള ഡാറ്റ ടൈപ്പുകൾ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ച് കൺഫ്യൂഷൻ അവിടെ ഇവിടെയൊക്കെ കാണുമായിരിക്കും. നമുക്ക് ഓരോരോ ഡാറ്റ ടൈപ്പ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. പക്ഷേ എല്ലായ്പ്പോഴും പ്രോബ്ലം, ഡേറ്റ, അതിന് വേണ്ട ഫീച്ചറാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് തരുന്നത് എന്ന് പറയുന്ന ഒരു ബേസ് കാര്യത്തിൽ നിന്നായിരിക്കണം നമ്മളെല്ലായ്പ്പോഴും പഠിച്ചു തുടങ്ങേണ്ടത്. ഇനി ഇതൊക്കെയാണ് നമ്മളുടെ പൈത്തണിൻ്റെ അകത്ത് ഡിഫൈൻഡ് ആയിട്ടിരിക്കുന്ന ഡാറ്റ ടൈപ്പുകളെ. STR എന്ന് നമ്മളിപ്പോൾ പഠിച്ചു. അതേപോലെ തന്നെ കുറേ ഡാറ്റ ടൈപ്പുകളുണ്ട്. എല്ലാ ഡാറ്റ ടൈപ്പുകളും എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എന്ത് കൈൻഡ് ഓഫ് ഡാറ്റ യൂസ് ചെയ്യുന്നു, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഈ ഓരോരോ പർട്ടിക്കുലർ ഡാറ്റ ടൈപ്പിൻ്റെ അകത്തും ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ തൊട്ടിട്ട് പഠിച്ചെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങളിപ്പം തൽക്കാലം ഒന്നും പഠിച്ചെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തൊട്ടിട്ട് ഓരോരോ ഡാറ്റ ടൈപ്പ് ആയിട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ തൊട്ടിട്ട് നമുക്ക് ഓരോരോ ഡാറ്റ ടൈപ്പിൻ്റെ അകത്തിരിക്കുന്ന ഹാൻഡ്സ് ഓൺസും അതിൻ്റെ അകത്ത് നോർമലി കോമൺ ആയിട്ട് വരുന്ന മേ ബി നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഒന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ചെടുക്കാം. ഓക്കെ. അപ്പം ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.